ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 16 ദേവാസുരഭാവങ്ങൾ. ശ്ലോകം 8. അസത്യമപ്രതിഷ്ഠം തേ ജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതം കിമന്യത് കാമഹൈതുകം. വിവർത്തനം: ഈ പ്രപഞ്ചം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്നും അതിനു നിയന്താവായി ഒരു ഈശ്വരനില്ലെന്നും അവർ പറയുന്നു. ലൈംഗികാഭിലാഷം മാത്രമാണ് ഇതിൻ്റെ ഉത്പത്തിക്ക് കാരണമെന്നും കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത്. ഭാവാർത്ഥം: ആസുര സ്വഭാവികൾ പ്രപഞ്ചത്തെ ഒരു മായക്കാഴ്ചയെന്ന് കരുതുന്നു. കാരണമോ കാര്യമോ നിയന്താവോ ഉദ്ദേശ്യമോ അതിനില്ല. എല്ലാം മിഥ്യയാണ്. യാദൃച്ഛികമായ ഭൗതിക കർമ്മങ്ങളുടെയും അവയുടെ പ്രതികരണങ്ങളുടെയും ഫലമായി വിശ്വാവിഷ്കാരം ഉണ്ടാകുന്നു. ഈശ്വരൻ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തോടെ സൃഷ്ടിച്ചതല്ല ഇത് എന്നും അവർ കരുതുന്നു. അവർക്ക് അവരുടേതായ തത്വശാസ്ത്രമാണുള്ളത്. പ്രപഞ്ചം തനിയെ അങ്ങുളവായി എന്നല്ലാതെ അതിൻ്റെ ഉദ്ഭവത്തിനു പിറകിൽ ഒരു ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കാനും അവർ കാരണം കാണുന്നില്ല. ജഡപദാർത്ഥത്തിനും ജീവനും തമ്മിൽ വ്യത്യാസമില്ല. അവരുടെ ദൃഷ്ടിയിൽ പരമാത്മാവിനെ അവർ അംഗീകരിക്കുന്നുമില്ല. എല്ലാം ജഡപദാർത്ഥം തന്നെ. ബ്രഹ്മാണ്ടമാകെ ഒരജ്ഞാനഗോളമത്രേ. സർവം ശൂന്യം. ആവിഷ്കാരങ്ങളെല്ലാം നമ്മുടെ വീക്ഷണത്തിൽ അന്തർഭൂതമായ അജ്ഞാനത്തിൻ്റെ സൃഷ്ടികൾ. വിഭിന്ന ആവിഷ്കാരങ്ങൾ അത്രയും ആ അജ്ഞാനത്തിൻ്റെ പ്രദർശനങ്ങൾ തന്നെയെന്നവർ ഉറയ്ക്കുന്നു. വാസ്തവത്തിൽ ഇല്ലാത്ത പലതിനെയും സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് പോലെയാണിതും. ഉണരുമ്പോൾ മാത്രമാണവ അയഥാർത്ഥങ്ങളെന്ന് മനസ്സിലാവുന്നത്. എന്നാൽ ജീവിതം ഒരു സ്വപ്നമാണെന്ന് അസുരന്മാർ പറയുമെങ്കിലും ആ സ്വപ്നത്തെ ആസ്വദിക്കാനുള്ള കഴിവ് അവർക്ക് വേണ്ടത്രയുണ്ട്. അങ്ങനെ ജ്ഞാനം സമ്പാദിക്കുന്നതിന് പകരം അവർ സ്വപ്നലോകത്തിൽ അധികമധികം കുടുങ്ങിപ്പോകുന്നു. ഒരു കുട്ടി ജനിക്കുന്നത് സ്ത്രീ പുരുഷ സംയോഗത്തിൽ നിന്ന് മാത്രമാണെന്നതുപോലെ ആത്മാവിനെ കൂടാതെയാണ് ഈ പ്രപഞ്ചം പ്രത്യക്ഷമായതെന്ന് അവർ അനുമാനിക്കുന്നു. ഭൗതിക പദാർത്ഥത്തിൻ്റെ ഒരു സമ്മിശ്രണത്തിൽ നിന്നാണ് ജീവന്റെ ഉത്പത്തി. ആത്മാവിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല. അനേകം ജീവികൾ വിയർപ്പിൽ നിന്നും ഉണ്ടാകുന്നു. മരിച്ച ശരീരത്തിൽ നിന്നും കാരണം കൂടാതെ ജീവികൾ ഉണ്ടായി കാണാറുണ്ട്. വിശ്വാവിഷ്കാരത്തിലും അങ്ങനെ തന്നെ. ഭൗതിക പദാർത്ഥങ്ങളുടെ സമ്മിശ്രണ വൈവിധ്യത്താൽ ജീവികളെല്ലാം പിറന്നുകൊണ്ടിരിക്കുന്നു. ഭൗതിക പ്രകൃതിയല്ലാതെ ഈ വിശ്വസർഗത്തിന് മറ്റൊരു കാരണമില്ല. ഇതൊക്കെയാണ് അക്കൂട്ടരുടെ വിശ്വാസം. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സ ചരാചരം. ഈ ഭൗതിക ലോകമെല്ലാം എൻ്റെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന ഭഗവത്ഗീതയിലെ കൃഷ്ണൻ്റെ വചനങ്ങളെ അവർ വിശ്വസിക്കുന്നില്ല. ആസുര സ്വഭാവികൾക്ക് പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി പൂർണ്ണമായ അറിവ് ഇല്ലെന്നു തന്നെ പറയാം. ഓരോരുത്തർക്കും തൻ്റേതായൊരു സിദ്ധാന്തമാണുള്ളത്. അവരുടെ ദൃഷ്ടിയിൽ ധർമ്മശാസ്ത്രങ്ങളുടെ ഭാഷ്യങ്ങളെല്ലാം മെച്ചപ്പെട്ടവ തന്നെ. ധർമ്മഗ്രന്ഥങ്ങളുടെ അനുശാസനങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.